അല്ലാതെ ഒരു വർഷം മുമ്പുള്ള വിഷയമല്ലേ അല്ലേ? അതിലെന്താ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് എന്നാലല്ലേ മനസ്സിലാവും. ആര് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ആരെങ്കിലും കണ്ടാൽ അത് CPIM അതുമായി ബന്ധപ്പെട്ടുള്ള CPMൻ്റെ നിലപാട് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതൊരു വർഷം മുമ്പാന്ന് തോന്നുന്നു, ഒരു വർഷം മുമ്പ്. എൻ്റെ മറ്റു വിവരം എനിക്കറിയില്ല. RSS മുന്നോട്ട് വെക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ നിറഞ്ഞ നിലപാടുകളെ അതിശക്തമായി നമ്മുടെ രാജ്യത്തും കേരളത്തിലും എതിർക്കുന്ന പ്രസ്ഥാനമാണ് CPIM. അത്തരമൊരു നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിൽ മാത്രം CPIMൻ്റെ 200-ലധികം സഖാക്കളെയാണ് RSSകാർ കൊലപ്പെടുത്തിയത്. 200-ലധികം സഖാക്കളെ. CPIMൻ്റെ നേതൃനിരയിലുള്ളവർ, മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി മുതൽക്കിങ്ങോട്ടെടുത്താൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം സമീപനങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് അവരുടെ സാമൂഹിക ജീവിതത്തിൽ കൈക്കൊണ്ടവരാണ്. സന്ധിയില്ലാത്ത പോരാട്ടം ഇത്തരം ശക്തികൾക്കെതിരെ നടത്തിയവരാണ്. അത്തരം നിലപാട് സ്വീകരിച്ചതിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ തലക്ക് 2 കോടി ഇനാം മധ്യപ്രദേശിലെ RSS നേതാവ് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ നിലപാടിനെക്കുറിച്ച് ജനങ്ങൾക്കൊരു സംശയമില്ല. പിന്നെ ആരായി ആക്ഷേപം ഉന്നയിക്കുന്നത്? കോൺഗ്രസ്സാണ്. കേരളത്തിലെ കോൺഗ്രസ്, KPCC പ്രസിഡന്റ് ഉൾപ്പെടെ കോൺഗ്രസ്. RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്ന് സംരക്ഷണം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. പ്രതിപക്ഷ നേതാവും ചില ഫോട്ടോയ്ക്ക് മുമ്പിൽ വഴങ്ങി നിന്ന് നിലപാട് സ്വീകരിച്ചതിന് ഇതുവരെയും പൊതുമണ്ഡലത്തിൽ വ്യക്തമായ മറുപടി പറയാത്തവരാണ്. പഴയതിലേക്ക് പോകണ്ട. KG മാരാറിൻ്റെ ആത്മകഥയും 991 കോലീബി സഖ്യവും പഴയതിലേക്ക് പോകണ്ട. പുതിയതിലേക്ക് വന്നാൽ കേരളത്തിൻ്റെ നിയമസഭയിൽ ആദ്യമായി BJPക്ക് അക്കൗണ്ട് തുറക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത നേമത്ത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ വോട്ട് ചോർന്നു, അതിന് സൗകര്യം ചെയ്തു കൊടുത്തു. പഴയതിലേക്ക് പോകണ്ട, പുതിയതിലേക്ക് തന്നെ പോകാം. നിയമം ആവർത്തിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി താമര ചിഹ്നത്തിൽ മത്സരിച്ച് ലോക്സഭയിലേക്ക് ഒരു അംഗം തൃശ്ശൂരിലുണ്ടായി. കോൺഗ്രസിൻ്റെ വോട്ട് എത്ര ചോർന്നു? കോൺഗ്രസിൻ്റെ വോട്ട് ചോർന്നു. നിയമം തൃശ്ശൂർ ആവർത്തിച്ചതിൽ തൃശ്ശൂർ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറിയുണ്ടായി. വോട്ട് മറിച്ചതിന് ഉൾപ്പെടെയുള്ളതിൻ്റെ ഭാഗമായുള്ള സംഘടനാ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ ഞങ്ങളുടെ നേരെ ഇത്തരം ആരോപണമായിട്ട് വന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഞങ്ങളിതിലൊക്കെ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ തലക്ക് RSS ഇനാം പ്രഖ്യാപിക്കുന്നത്.